ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും FC ഗെയിമിലായിട്ട് വന്നിട്ട് വേണ്ടി കഴിച്ചു. നമ്മൾ വീണ്ടും അൾട്ടിമേറ്റ് ചലഞ്ച് മോഡാണ് കളിക്കുന്നത് കഴിച്ചു. നമ്മളെ കൊണ്ട് കഴിക്കുന്ന അത്രയും വലിയ പെർഫോമൻസ് നമ്മൾ കാണിക്കാൻ നോക്കാം, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് നമുക്ക് ഡമ്പലടിച്ചു. ഇതൊന്നും ചെയ്യാനാണ് ഡമ്പലേനെ അങ്ങ് എടുത്ത് ഒന്നും നോക്കിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വരുന്ന റാങ്കപ്പ് പോയിന്റ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റാങ്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ട്രെയിനിങ് മാത്രമേ ഡമ്പലേക്ക് ചെയ്തിട്ടുള്ളൂ. കാണാൻ ഗൈസ് 117 ഡമ്പൽ അടിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര കളി എന്നാണ് പറയണത്. നമുക്ക് കളി നോക്കാം. ചോറ് റോണിക്ക് പാസ് കുഴ ആക്കിയത്. റോണിനെ കിട്ടിയതിന് അത്ര ഉള്ളു. അവിടെ നിന്ന് അങ്ങനെ കയറുന്നു. റോണി ഷെടാ റൈസേ ബോളിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് ഗേസ്. ഡിജോങ്ങിൻ്റെ ഒരു പവർ ഷൂട്ട് നല്ല ഗോളല്ലേ? അല്ല ഗീസ്, ഒരു കഴപ്പടിയാണ് ഞാൻ അടിച്ചത് ഗീസ്. നമുക്ക് പൊസിഷൻ 2 ഇടാം ഗീസ്, കാരണം നിങ്ങൾക്ക് അതായിരിക്കും ഇഷ്ടം. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് പൊസിഷൻ 2 ഇട്ടാൽ. അടിയിടാ കണച്ചി ഡബലേ. ഈ ബോളൊന്നും നമ്മളല്ല മിസ്സാക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് പാസ് കൊടുത്തത്? സീനില്ല. ഇത്ര നേരമായിട്ട് നമ്മൾ പൊട്ടക്കളി കളി. സീനിയാണ് യഥാർത്ഥം. ഉണ്ടാ നമ്മൾ പറഞ്ഞ ഗോളാ ഇത്ര ഉള്ളൂ. റൂണി ഇവിടെ വാങ്ങ പറിക്കാൻ നിൽക്കുന്ന അമര വിചാരം. നമുക്ക് ഡമ്പൽ വെച്ചൊരു ഗോൾ അടിച്ച് നോക്കാം. എന്ത് പറയുന്നു? റൂണി രാവിലെ റഷ് ഇടാ. ഡമ്പലെ ഒന്ന് കയറാ. ഞാൻ പതുക്കെ ഓടുന്നതാണ് കേസില്ല. അവനെ പോകാൻ ആര് കയറുന്നതാണ്? ഡമ്പലയുടെ സ്കില്ലാണെങ്കിൽ കാണുന്നത്. ഡമ്പല ഒരു പവർ ഷൂട്ട് കിണഞ്ഞു ഗേസ്. ഞാൻ വിചാരിച്ചു ഡമ്പല അടിച്ച് ഉണ്ടാക്കി വരുമോ. പക്ഷേ ഡമ്പലയ്ക്ക് റാങ്കപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഭയങ്കര കളി ഇല്ല. പിന്നെ ഭയങ്കര കളിയുള്ള ആളാണ്, അറിയാമല്ലോ. ഭയങ്കര കളിയാണ് കൂടാ. ഒരു പൈസയ്ക്ക് ഹെഡ് അടിച്ചറാ. പിന്നെ എന്തിനാണ്? കുഴപ്പമില്ല. പുള്ളിക്കാരൻ പൈസയൊക്കെ അടിക്കാൻ പുള്ളിക്കാരൻ തിരിഞ്ഞല്ല എന്ന്. ചിത്രം ഡമ്പലയുടെ ഒരു പുറത്തി ഒരു ഓട്ടം ഉണ്ട്. നമുക്കത് കാണാം. നമ്മൾ നേരെ റൂണിക്ക് പാസ് കൊടുക്കും. റൂണി ഇത് ഔട്ട് സൈഡ് ആയതായിരുന്നു അല്ലേ? ഓഫ് സൈഡ് ആയിരുന്നു ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇടയായിട്ട് നമ്മളെ കളി ജയിക്കും ഉറപ്പാണ്. ഡമ്പല ഇറ്റ്സ് യുവർ ടൈം ബേബി. ഇത്ര ഉള്ള കേസ്. ഡമ്പലയുടെ യഥാർത്ഥ കളി നമ്മളിപ്പോൾ കണ്ടു. ഡമ്പല ഒരു കിണ്ണാടിച്ച് ഗോളായിരുന്നു ഇപ്പം അടിച്ചു. നോക്കോ ഡമ്പല എന്തിന് കാണിച്ച ഡമ്പല അവിടെ കേസ്. ഇത് കാര്യമില്ല. ഡമ്പലൊക്കെ അല്ലേ ഭയങ്കര കളിയാണ് ഇറക്കമാര്. നേരത്തെ ചോറിന് വെച്ച് നമുക്കൊരു ഇറക്കാൻ ഇറങ്ങണം. ഇതാണ് റൈസിൻ്റെ കളി. റൈസേ മക്കളെ കളിയടാ. നമ്മളൊക്കെ വിടും. ഡമ്പലേ നമ്മളെ നേരെ റൂണിക്ക് വിട്രാ. റൂണിയുടെ വിളയാട്ടം. ആ ഷൂട്ട് ഗൈസ്, അത് ലൂക്ക മോഡ്രിച്ചിൻ്റെ ഷൂട്ടാണ്. ലൂക്കയുടെ ഷൂട്ട് നമ്മളെ റൂണി അങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ നോക്കിക്കോളി. കറക്റ്റ് അത് ലൂക്ക എങ്ങനെയാണ് ഗോൾ അടിക്കുന്നത് അതേപോലെ അടിച്ചത്. നോക്കിയോ, ഇത് സത്യം പറഞ്ഞാൽ ഇത് ലൂക്കയെ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ എന്ത് റൂണി അത് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അല്ലെ നമുക്ക് നോക്കാം. പറയുമ്പോൾ നമ്മൾ ലൂക്കയെ ഇറക്കാം കേസ്. പുള്ളിക്കാരൻ ഗോൾ അടിച്ച് വർഷങ്ങളായിന്ന്. എവിടെ ലൂക്കേനെ കയറ്റി വിടാടാ. കുഴപ്പമില്ല. നമ്മൾ നേരെ അത് ലൂക്ക തായിക്കുന്നു. ഔട്ട് സൈഡ് ഗൈസ്. പെർഫെക്റ്റ്. കുഴപ്പമില്ല. പുള്ളിക്കാരോടെ ഇരിക്കല്ലോ. ഗോൾ അടിച്ചപ്പോൾ തരാം. മോഡ്രിച്ചിൻ്റെ ഷൂട്ടാണ് കാണാനല്ലോ. 90 സെക്കൻഡ് കൊറ മോഡ്രിച്ചിൻ്റെ. മോഡ്രിച്ച് വളയാട്ടം. അത്ര ഉള്ളൊരു ഗോളില് അതാണ് ഗൈസ് ഞാൻ പറയുന്നത്. ഇടത്തേക്കാലം വെച്ചൊരു മെഗാ ഷൂട്ട് ഉണ്ട് ഗൈസ്. അത് മോഡ്രിച്ചിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. എൻ്റെ മെയിൻ കാരണം അതെങ്കിൽ നോക്കും. ഏത് കാല ഏറി വെച്ച് മറ്റേ കാലം വെച്ചാണ് ഗൈസ് ഗോൾ അടിക്കുന്നത്. ലീല മണ്ണിയ മോഡ്രിച്ചിൻ്റെ ഫസ്റ്റ് കളി കിട്ടിലായിട്ട് ഗോൾ അടിച്ച് അത്ര കിടിലായി. അടുത്ത റൈസിൻ്റെ കളയാട്ടോ. ഓക്കെ കളി കഴിഞ്ഞ് ഗൈസ്. തറ ഉള്ളു. ഈ അടുത്ത കളി ആയിട്ട് നമുക്ക് ഇന്ന് പറ്റുമെങ്കിൽ മൊത്തം അടിച്ച് കീറുക ഗൈസ്. റാങ്ക് പോയിന്റ് എല്ലാം കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. നമുക്ക് നൈസായിട്ട് നമ്മളെ ഡമ്പലേനെ അങ്ങോട്ട് 122 ആക്കായിരുന്നു. പക്ഷേ റൂണിനെ 122 ആക്കിയിട്ടുണ്ട്. പുള്ളിക്കാരെ ഇപ്പോൾ ഭയങ്കര കളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡമ്പലേനെ ആക്കണം ഗൈസ്. എനിക്ക് എന്തിനാണ് അങ്ങനെ കിട്ടിയായിരുന്നു കേട്ടാ. തിയറി സാറിനെ അല്ല തിയറി ഹെൻറി. പക്ഷേ അങ്ങനെ കിട്ടിയിട്ട് വല്ല പ്രയോജനം ഉണ്ടാന്ന് ചോദിച്ചാൽ അത്യാവശ്യം കളിക്കുന്നില്ല ഗൈസ്. 117 OVR ഉള്ളൂ. ഒട്ടും കളിയില്ല ഗൈസ് ഹെൻറി.
ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെൻട്രി കിടപ്പുണ്ട്. പക്ഷെ ഞാനായിട്ട് കളിക്കാത്തതിൻ്റെ മെയിൻ കാരണം കാണാൻ വല്ല രസം കൊള്ളാത്തതുകൊണ്ടല്ലേ കേസ്. എങ്ങനെ അടിച്ചാലും കേസ് താണ്ട് കിടക്കുന്നത്. എങ്ങനെ അടിച്ചാലും ഒരുമാതിരി പൊക്കിയാണ് കേസ്. കുത്തി അടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഹെൻട്രീൻ്റെ വല്ല പ്രിയമില്ലാത്ത. അല്ലെങ്കിൽ ഞാൻ ഹെൻട്രിയെ ഇട്ട് കളിച്ചേനെ. അതുകൊണ്ട് ഞാൻ എൻ്റേതായ ആ രീതിയിൽ അടിക്കാൻ നേരത്ത് കുത്തി അങ്ങ് അടിക്കും കേസ്. അതൊക്കെയാണ് ദേഷ്യം വരുന്നത്. അവിടെ കുമ്മാരെ നീ കുത്തിയടി തുടങ്ങിയ കേസ്. അത് ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഡ്രിബ്ലിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് പുള്ളിക്കാരൻ. കുറച്ച് സീനാണ്. ഓക്കെ കുറച്ച് സീനായിരുന്നു. മാറാം അങ്ങോട്ട്. ധോണിൻ്റെ ബോൾ എടുക്കാൻ നീ ആയിരിക്കും. റൈസിൻ്റെ കാര്യം മോഡ്രിച്ചിനെ ഇറക്കിയാലോ? നേരത്തെ കളി ഇറക്കി, ലാസ്റ്റിൽ ഇറക്കിയ ആ പോട്ട് കുറച്ച് ഗോൾ അടിച്ചിട്ട് നമുക്ക് മോഡ്രിച്ചിനെ ഇറക്കാം. വലിയ ഇതൊന്നും ഇല്ല. ഓക്കെ, ധോണിയുടെ ഫസ്റ്റ് ഗോൾ അത് മെഗാ ഷോട്ടായിരുന്നു. നിങ്ങൾ കൊള്ളിയും ഭയങ്കര കള്ളിയാണ്. അത്ര ഉള്ളു. പക്ഷേ എത്ര എടുത്ത് ഡമ്പലെ വെച്ചൊരടി. ഡമ്പലെ ഇങ്ങനെ വലിയ റഷില്ല. അല്ലെങ്കിൽ ഡമ്പലയ്ക്ക് ഒരു ഗോൾ ചാൻസ് കൊടുക്കുക. റൈസ് അടാ റൈസ് അല്ലല്ല റൈസ് ഡിജോങ് ഇവിടെ ഡിഫൻസൊക്കെ പക്കാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വല്ല ഡിഫൻസ് ഉള്ള ടീം വേറെ ഇല്ല ഗൈസ്. കണ്ട സ്ട്രാറ്റജിക്ക് കളിക്കുന്നവന്മാർ വളരെ കുറവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഡമ്പലയുടെ ആ ഒരു എന്താണ് അസിസ്റ്റും റൂണിയുടെ ആ ഒരു പ്രക്കി ഷോട്ടും കൂടെ ഒക്കെ ആയപ്പോൾ അങ്ങ് ഒരു കൊഴുപ്പ് എന്ന് കളിക്കും. പറയുമ്പോൾ നമ്മൾ മോട്ടോർസിനൊക്കെ എണ്ണാക്കി കയറ്റാം. മോട്ടോർസിനെ വെച്ച് ഗോൾ അടിക്കുമ്പോഴുള്ള സുഖം വേറെ ഒരു പ്ലെയേഴ്സിനെ വെച്ച് അടിക്കുമ്പോൾ കിട്ടത്തില്ല. കാരണം എൻ്റെ ആകെ സ്പെഷ്യൽ എബിലിറ്റി ഉള്ളത് മോട്ടോർസിന് മാത്രമാണ് കേസ്. അത് പണ്ടത്തെ പ്ലെയർ ആയതുകൊണ്ടാണിക്കും. ഐക്കൺസിൽ സാധാരണ എല്ലാത്തിനും ഉണ്ട്. ഇപ്പം മോട്ടോർസിൻ്റെ ഐക്കൺ അല്ല. കാരണം ഇനിയിപ്പോൾ ഐക്കൺ ആവും. ഐക്കൺ ആവുന്ന സമയമായി. എടാ അവിടെ ഞാൻ കൈ കയറി എൻ്റെ മറ്റേ കൈ തട്ടി. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അവിടെ മോട്ടോർസ് ഒരു കിണ്ണം ഗോൾ അടിച്ചിന്. ബൈസൈക്കിൾ ക്ലാസ്സൊക്കെ കൊടുക്കാറിയാം. ഗോൾ അടിക്കാൻ നേരത്തെ അവനെ കൊണ്ട് ഒന്നും പറഞ്ഞു കഹി മാറിപ്പോണ്ടാ. അതാണ് ഞാൻ പറയുന്നത്. എടാ താമര കിണ്ണ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം മോട്ടോർസിന് ഒരു പക്ക ഗോൾ അടിച്ചേനാ. പക്ഷേ എന്ത് ചെയ്യാനാ, കൈ എന്തിനാണ് ഞാൻ വരച്ചാണ് കൂടുതലും ഗോൾ അടിക്കാറ്. അതുകൊണ്ട് എനിക്ക് പ്രിഡിക്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും വരച്ച് ഗോൾ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇതെങ്കിലും ഗോൾ കയറണേ. അത് ഗോൾ തന്നെ, അത് ഉറപ്പ്. ഓക്കെ ഗായ്സ്, നമ്മളെ പയ്യൻ ലാസ്റ്റ് ഒരു ഗോള് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ ലൂക്കാ മോഡ്രിച്ചിന് പുതിയൊരു കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് കാർഡ്, കിടിലൻ കാർഡെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ കണ്ടായിരുന്നു. അതും അത് 116 കാർഡാണ് ഗൈസ്. പക്ഷെ അത് മൊപ്പ് കാർഡ്. എനിക്ക് ആ കാർഡ് എടുക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ ഷാർട്സ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ കാർഡ് എടുത്തേനെ. എനിക്ക് ഗെയിമിൽ ഏറ്റവും ആവശ്യമുള്ള പ്ലെയർ ലൂക്കാ മോഡ്രിച്ചാണ് ഗൈസ്. പല ആളുകൾക്ക് പല പ്ലെയേഴ്സിനെ എനിക്ക് ഇഷ്ടം. നമുക്ക് ലൂക്കാ മോഡ്രിച്ചാണ്. ഏത് മൂട് പൊളി മൂട് തറാളുണ്ട് കേസ്. രണ്ടാമത്തെ കളി ജയിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത 3 കളി കേസ്. നമ്മൾ എത്ര കളി ജയിക്കുന്നു അത്രയും ലോങ് ആയിരിക്കും കേസ് ഈ വീഡിയോ. നമ്മൾ കണ്ടിരിക്കുക ഏത് മൂട് പൊളി മൂട്. നമ്മളിപ്പോൾ അടുത്തത് ഗൈസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ പൊസിഷൻ മൊത്തം മാറ്റി കളിച്ച് നോക്കാം ഗൈസ്. ഇനിയിപ്പോൾ അതായിരിക്കും ഒരു രസം. നമ്മളെ സ്ട്രൈക്കേഴ്സിനെ അടിച്ച് അണ്ണാക്കി കയറ്റാം ഗൈസ്. പിന്നെ എൻ്റെ കൂടെ FC കളിക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരെ UID ആളെ ഇടുക ഗൈസ്. നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ. വേറെ പണിയില്ല എനിക്ക്. മോട്ടോർസ് അതിൻ്റെ നീ ഇത്ര പേരെ അറ്റാക്കിയുടെ എങ്ങനെയാണ് ഗൈസ്. മോട്ടോർസ് പണ്ടിയുടെ മെസ്സിയുടെ കളിയുണ്ട് ഗൈസ്. ആ മെസ്സിയുടെ കളിയാണ് നമ്മൾ കളിക്കുന്നത്. മെസ്സിക്ക് ഡിഫൻഡേഴ്സൊന്നുമല്ല അറിയാലോ. മെസ്സി ഭയങ്കര സീനാണ്. ഡിഫൻഡേഴ്സിനെ അത് ആളാക്കി വിളിച്ച് കണ്ട അത്ര ഉള്ളത്. മെസ്സി ഇങ്ങനെയല്ല, ഇത് റൂണി ആയതുകൊണ്ടാണ്. അടിച്ചാളല്ലേ അത്രയല്ലേ. നമ്മളല്ല അവനെ കാണിച്ചത്. ആ കയ്യൊക്കെ നോക്കിയാണ് വീട്ടിൽ അടിച്ചോളാ. ചോറേ അത്ര ഉള്ളു. ചോറേ അത്ര തന്നെ നമ്മളെ വൈറ്റിൻ്റെ അതിൽ ബോൾ കിട്ടി. ഓക്കെ. എടാ ഞാൻ എന്തിപ്പാ നിങ്ങൾ കണ്ടെന്നെങ്കിൽ എന്നോട് അവിടെ മോട്ട് ചെറുതായിട്ടൊന്നും കിണഞ്ഞായിരുന്നു. പുള്ളിക്കാരനെ നടുവേനെ അവിടെ നിവന്ന് കിടന്നു. എടാ എന്തുവാടാ ഡ്രിബിൾ ചെയ്യാനെന്ന് വൈറ്റ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന. റൂണിയുടെ സ്പീഡ് ഉണ്ടോ കേസ്. നമ്പലേനെ കാട്ടി കേസ് ഡിഫൻഡേഴ്സ്. ഇവിടെ ഞാൻ വിചാരിച്ചു ആ കളി കളിക്കാന്നാണ് കേസ് ഞാൻ പറഞ്ഞത്. അതായത് ഡിഫൻഡേഴ്സിനെ വെച്ച് ഗോൾ അടിച്ച് കളിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആദ്യം ഇവിടെ മെൻസ് ഇവന്മാരൊക്കെ ഇത്ര കളിക്കുമോ? മുമ്പൊന്നും ഇവന്മാർ ഇത്ര കളിയില്ലായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ.
റൈസ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ബൈസൈക്കിളിൽ ഉസ്താക. പക്ഷേ ഇത്തവണ ബൈസൈക്കിളെല്ലാം അടിച്ച ചാടി ഒരു അടിയും അടിച്ച് നോക്കട്ടെ എന്തിനാണ് സംഭവം നോക്കട്ടെ. റൈസിൻ്റെ ഒരു വിളയാട്ട ഷൂട്ട് നമുക്ക് റൈസ് എങ്ങനെ അടിച്ച. ഓഫ് അതെന്തോടത് ഗൈസ് എങ്ങോട്ട് അടിച്ചു തന്നുണ്ടാവൻ. കൊള്ളാം ഗൈസ്. റൈസ് ചില്ലറ പ്ലെയർ അല്ലെന്ന് നമുക്കതിലൂടെ മനസ്സിലായി. റൈസ് ഓക്കെ. ഇനി ഡമ്പലേ ഗൈസ്. ഇനി ആടാ ഡമ്പൽ എവിടെ നിൽക്കുമ്പോൾ നീ അവനെ ഡ്രിബിൾ ചെയ്യുന്നടാ. മാറിക്കോട്ടെ അങ്ങോട്ട്. ഓഫ് ഗൈസ് അവിടെ നിന്ന് ഡമ്പലെ ഒരു കിണ്ണം കാച്ചി ഒരു പവർ ഷൂട്ടങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പവർ ആയില്ലടാ. പൊട്ടാനാടാ ഡമ്പലെ. പവർ ഷൂട്ട് അടിക്കാനുള്ളതിന് ചെറുക്കാം അവിടെ നിന്ന്. പക്ഷേ ഡമ്പല് നല്ല സ്കില്ല് കാണിക്കുന്നുണ്ട്. ഇത് അതെന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ സ്കില്ലൊക്കെ ഇട്ട് നല്ല 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 റൂണി കണക്ക് തന്നെയാണ്. പക്ഷേ റൂണിൻ്റെ അത്ര പവർ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ നല്ല സ്കില്ലൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടാരില്ല. പക്ഷേ ഞാൻ ഡമ്പലേനെ റാങ്കപ്പ് ആക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് കളിക്കുന്നത്. ഡമ്പലേരെ യഥാർത്ഥ കളി ഇതല്ല ഗൈസ്. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നിങ്ങൾക്ക് ഡമ്പലേനെ അറിയാമെങ്കിൽ അറിയാവുന്നതാണ്. പുള്ളിക്കാരൻ ഈസ് നോട്ട് എ ഹ്യൂമൻ ബീങ്. ഓക്കെ ഇവിടാ ഗോളി മാസമാണ് കേട്ടോ. അല്ലെങ്കിൽ ഡമ്പലേരെ ഷൂട്ടാണോ പേടിച്ചിട്ടുണ്ട് മിക്കരപ്പെടുത്താൻ. ഇതിപ്പോൾ ഒരു പവർ ഷൂട്ടായിരിക്കും ഗൈസ്. ടങ് ചഗ്ഗൂയ. എനിക്കറിയാമല്ല ഇതൊക്കെ ഗോള് കയറി വന്നു. അതാണ് ഗൈസ് നമ്മളെ റൂണിയുടെ കഴിവ്. റൂണി ഈസ് നോട്ട് എ ഹ്യൂമൻ. നമുക്കതൊന്ന് റീപ്ലേ അടിച്ച് നോക്കാം. എന്താണ് ഗൈസ് ക്യാമറയ്ക്ക് പോലും അടുത്തെത്താൻ പറ്റാത്ത അതല്ല അവൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് ഒരു ഞട്ടടിച്ചു വിടുന്നത് പോട്ടാനി. ഓക്കെ സ്കൂളെ അവിടെ കുനിഞ്ഞു പോയി. അത്രയ്ക്കും നല്ലൊരു ഷോട്ടാണ് നമ്മളെ റോണിക്കുട്ട അടിച്ചത്. അത് അത്ര ഉള്ളു. പുള്ളി ഇത് സീനാണ്. റൈസിൻ്റെ ഷോട്ട് ആണ് ഷോട്ട്. ഇതപ്പോൾ ഇപ്പം എന്താണ് സംഭവിച്ചത് നോക്കാണ്ട. ഓക്കെ ഇതാ നമ്മുടെ ചോറ് കടന്നു വരികയാണ്. ചോറിൻ്റെ വിളയാട്ടം തറയല്ലേ റൈസ് ഒരു അടി അടിച്ചു. ലാസ്റ്റ് സെക്കൻഡുകളിൽ നമ്മുടെ പയ്യന്മാരെ ഇറക്കും ഗൈസ്. അതായത് നമ്മളെ ഡിഫൻഡേഴ്സിനെ എല്ലാം അങ്ങ് ഇറക്കാൻ പോവുകയാണ്. ഇപ്പം ഡിഫൻഡേഴ്സാണ് ഗൈസ് കളിക്കുന്നത്. അതായത് ഡിഫൻഡേഴ്സ് ഇറങ്ങടാ. ഡിഫൻഡേഴ്സ് ആയിരുന്നു ഗൈസ് ഇറങ്ങണ്ട. പക്ഷേ ഡിഫൻഡേഴ്സ് ഇറങ്ങിയില്ല. പൊളപ്പിച്ച് ഇനി ആകെ ഉള്ളത് 9 മിനിറ്റ് കൂടെ ഗൈസ്. ആ 9 മിനിറ്റിലാകുമ്പോൾ ഡിഫൻഡേഴ്സ് ഇറങ്ങി കളിച്ച് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഡിഫൻഡേഴ്സിൻ്റെ സാലിബ് ഗോൾ അടിക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്. ഓക്കെ നെക്സ്റ്റ് ഗോൾ അടിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം പക്ഷേ നെക്സ്റ്റയ്ക്ക് നല്ല ബോൾ കൺട്രോൾ ഉണ്ട് ഗൈസ്. നെക്സ്റ്റ് ഗോൾ അത്ര ഉള്ളു ഗൈസ്. ഡിഫൻഡർ ഗോൾ അടിച്ചിട്ടുണ്ട്. അത്ര ഉള്ളു. നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡിഫൻഡേഴ്സൊക്കെ മൂന്നല്ല ഗൈസ്. പുള്ളിക്കാരെ നല്ല രീതിക്ക് കളിച്ച് നല്ല രീതിക്ക് ഒരു കിണച്ചൊരു ഗോളുള്ളൂ. ഗോളി അവിടെ കിണച്ച് പാവം. നെക്സ്റ്റാ. ഓക്കെ ഇനി നെക്സ്റ്റയുടെ ഗോളാണ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് എങ്ങനെ കളിക്കുന്നത്. ഇപ്പം കണ്ടോ ഓടാടാ. കിണച്ചിടല്ലേടാ മോനെ. ഡിഫൻഡർ അല്ലേടാ. ഇനി നമ്മളെ ടായാണ്. സ്റ്റാ പിറകെ ഓടുന്നുണ്ട്. കാരണം ടാ ഈസ് എ ഡിഫൻഡർ. സ്റ്റാടാ ചിപ്പ് ചെയ്തേനെ. ഇനി നമുക്ക് റൂണിയുടെ ലാസ്റ്റ് ഒരു നിമിഷം. ഡമ്പലയുടെ ലാസ്റ്റ് നിമിഷം. ഡമ്പല കുട്ട ഒരു ഗോള് അതടിച്ചു വേണ്ടേ. ഇത്തവണ ലാസ്റ്റ് ഒരു ഗോള് നമ്മളെ റൂണിയെ കൊണ്ടൊരു ഗോളങ്ങ് അടിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. അത് ഗോളാക്കാൻ ഈസി ആയിട്ട്. പക്ഷെ ഇന്നത്തെ വീട് ഇത്ര മതി. തോനെ ലോങ് ആയാൽ ശരിയാവില്ല.